അസ്സലാമലൈക്കും, നമസ്കാരം. ഇപ്പം നമ്മൾ തെരണ്ടി ക്ലീൻ ചെയ്യുന്നത് കാണിച്ചു തരാം. അപ്പം അതിൻ്റെ ഒരു പാത്രത്തിൽ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് കല്ലുപ്പ് ഇട്ടിട്ട് നല്ല പതക്കുന്ന വെള്ളം അതിലൊഴിച്ചു. അതിൻ്റെ മേലെ ഒഴിച്ച് കുറച്ച് പൊതുന്ന് പറഞ്ഞാൽ കറുത്ത ഇതെല്ലാം വരും. ഒരു അളുക്ക് പോലെ ഒരു സാധനമുണ്ട് രണ്ട് സൈഡിലും. മേലെ നടുക്ക് വന്നിട്ട് കുറച്ച് തടിച്ച തോലാണ്. അത് വേവിക്കുമ്പോൾ നമുക്കിങ്ങനെ കൈ കൊണ്ട് എടുത്ത് വീശിക്കളിയാം. ഇപ്പോൾ ഇത് കണ്ടോ, കുറച്ച് പൊതിറുമ്പോൾ വേഗം വരും അളുക്ക്. ഇത് നമ്മൾ തിന്നുമ്പോൾ അത് വയറ്റിൻ്റെ ഉള്ളിലാകും. അതിനാകാട്ടി നല്ല ഇങ്ങനെ പതക്കുന്ന വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് നേരത്തിലേക്ക് അതങ്ങനെ വന്നേക്കും. നിങ്ങളിങ്ങനെ ചുരണ്ടി എടുത്താൽ മതി. ഈ സൈഡ് ആ സൈഡിലേക്കും. ഈ ഭാഗത്ത് നല്ല ക്ലീനാണ്. ഇതിലൊന്നും വേസ്റ്റ് ഇതൊന്നുമില്ല, അളുക്കൊന്നുമില്ല. മറ്റേ മേൽഭാഗത്താണ് അതിൻ്റെ മണ്ണ്, ഈ കടലിൻ്റെ മണ്ണിൻ്റെ ചളി ഇതെല്ലാം ഉണ്ടതാണ്. അതൊന്ന് ഇങ്ങനെ കത്തിയോണ്ട് ചുരണ്ടിയാൽ എല്ലാം വന്നേക്കും. വരുന്നവർക്ക് എടുത്തേക്ക്. ബാക്കി തടിച്ചത് വന്നിട്ട് നമുക്ക് വേവിച്ചിട്ട് പിന്നെ ഇങ്ങനെ ഒളിച്ചെടുത്താൽ മതി, വന്നോളും. ഇതാ കണ്ട എങ്ങനെ വരുന്ന കണ്ട. അതെല്ലാം വയറ്റിൽ പോകണ്ട. അതുകൊണ്ടിട്ട് ഇതൊന്ന് ക്ലീൻ ചെയ്തിട്ട് പിന്നെ സൈഡ് ചെറുങ്ങനെ ഒന്ന് ചിറക് പോലത്തത് ഒന്ന് മുറിച്ച് അത് തിന്നാൻ പറ്റും. ഒന്നും വേസ്റ്റേജ് ഇല്ല. ഈ മീനിൽ അധികം വേസ്റ്റേജ് അല്ല. മുള്ള് നല്ല കടുക്കടുക്കിന് കടിക്കുന്ന മരത്തെ മുള്ളുണ്ടാകും. കുത്തുന്ന പോലത്തെ മുള്ളില്ല കേട്ടോ. അതുകൊണ്ട് നല്ലതാണ്. കുട്ടികൾക്കെല്ലാം എല്ലാവർക്കും ഏത് പ്രായം കൂടിയവർക്കും ചെറിയ മക്കൾക്കും എല്ലാം കൊടുക്കാം. ഒന്നും പ്രശ്നമില്ല. നല്ല മീനാണ്. അപ്പോൾ അത് ഇങ്ങനെ ഈ ചുടുവെള്ളത്തിലിട്ട് ക്ലീൻ ചെയ്യുന്നതാണ് മെയിൻ. അപ്പോൾ കണ്ട ആൾക്കെല്ലാം ഇങ്ങനെ വരുന്ന കണ്ട. നടുക്കത്തത് അത്ര വേഗം വരില്ല, കുറേ ചുരണ്ടിയേ വരും. പിന്നെ അതിനൊന്നും ഞാൻ നിന്നില്ല. വേഗം ഇങ്ങനെ ആക്കിയാൽ മതിയല്ലോ. പിന്നെ വെന്താ ഇങ്ങനെ വിളിച്ചേരം വേഗം വരുന്നുണ്ട്. വേഗം വേഗം ചെയ്യും, ഒട്ടപാട് വേഗം ചെയ്യും കേട്ടോ. കുറേ നേരം വേവിക്കണമെന്ന് ആവശ്യമില്ല. കുറച്ച് സമയത്തിൻ്റെ ഉള്ളിൽ അത് വെന്തും കിട്ടും. ഇപ്പോൾ ഇത് ക്ലീൻ ചെയ്യുമ്പോൾ നോക്കിയപ്പോൾ ഒരു വാല് കണ്ട്. അത് വലിച്ച് നോക്കിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ കുട്ടി, ഈ മീൻ ചെറിയ കുട്ടി. ഇത് ഈ സൈഡ് മുറിക്കണം. അങ്ങനെ മുറിച്ചിട്ട് പിന്നെ കഷ്ണാക്കുക. ഓക്കെ. ഇപ്പം നോക്ക്, വാല് കാണുന്നു. വാല് കണ്ടപ്പോൾ ഞാൻ വലിച്ച് നോക്കിയതാണ് എന്താണ്. നോക്കുമ്പോൾ കുട്ടീൻ്റെ അതിൻ്റെ വയറ്റിൻ്റെ ഉള്ളിൽ. അങ്ങനെ 2 കുട്ടീനെ കിട്ടി. അത് വേസ്റ്റാണ്, നമുക്ക് തിന്നാനൊന്നും പറ്റില്ല. അപ്പം അറിയാം അത് ജീവനോടെ ഉണ്ടെങ്കിൽ 2 മക്കളിനെ പറ്റിക്കുണ്ടാവുമെന്ന്. അപ്പോൾ അത് രണ്ട് ഇതാ ഒന്ന് കിട്ടി. ഇന്നും നോക്കിയപ്പോൾ ഇന്നും ഒന്നുണ്ട്. എന്നിട്ട് കുറച്ച് പിന്നെയും കത്തിരി ഇട്ടിട്ട് കത്തിരി കൊണ്ട് ഒന്ന് മുറിച്ചിട്ട് അതിനെ എടുത്ത് കണ്ട വാല് കണ്ട. എത്ര വലിയ വാല്. ഇതിനും വലിയ വാലുണ്ടായിരുന്നു. അത് മീൻകാരനെ മുറിച്ചിട്ട് എടുത്ത് വെച്ച്. വാലെന്തിനോ പണ്ട് കാലത്തെല്ലാം യൂസ് ചെയ്യും പറയല്ല കേട്ടിട്ടുണ്ട്. ഉമ്മെല്ലാം പറയലുണ്ടായിരുന്നു. എന്നപ്പോൾ ഇന്നൊന്നും കൂടി ഉണ്ട്, അത് കിട്ടുന്നില്ല. ഒന്നും കൂടി മുറിച്ചിട്ട് എന്നിട്ട് പുറത്തേക്ക് എടുത്ത് ഞാൻ. ആകെ 2 കുട്ടികളുണ്ട് അതിൻ്റെ വയറ്റിൽ. അതങ്ങനെ മുറിച്ചെടുത്ത് വെച്ച് അന്നേരം നോക്കിയപ്പോൾ ഇന്നൊരു കുട്ടിയും കൂടി ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. എന്നിട്ട് പിന്നെ ഇത് വേറെ മുട്ടയുണ്ട്. വേറെ ഒരു മഞ്ഞക്കളർ നമ്മളെ കോഴിമുട്ടൻ്റെ പോലെ കാണുന്നുണ്ട്. മുട്ട വിചാരിക്കുന്ന ഉള്ളിലത്തെ പിന്നെ വേറെ ഒന്നും എടുത്തില്ല. ഉള്ളിലുണ്ട് എല്ലാം എടുത്തിട്ട് പീസ് വെച്ച്. അതായത് 2ാമത്തെ കുട്ടിയുണ്ടോ, ചെറിയ മക്കളാണ്, 2 കിട്ടി. ഓക്കെ. എന്നിട്ട് പിന്നെയും ക്ലീൻ ചെയ്ത് പിന്നെ അതിൻ്റെ ഉള്ളിൽ മഞ്ഞ കളറിൽ മുട്ട, പിന്നെ അതിൻ്റെ കുടലും ഏറിലും എന്തെല്ലാം ഉണ്ട് അതെല്ലാം എടുത്ത് വീശിയിട്ട് പിന്നെ നമുക്ക് ക്ലീൻ 2 സൈഡ് കട്ട് ചെയ്തേക്ക്. ചിലർ മേലാകെ എടുക്കും. അങ്ങനെ എടുക്കാൻ ഇത് വലിയ മീനൊന്നുമല്ല, ചെറിയ മീനാണ്. അതുപോലെ വേകുന്നുമുണ്ട്. നിങ്ങൾക്ക് കുറേ സമയമൊന്നും എടുക്കുന്നില്ല. പൊരിക്കാനും വേകുന്നുണ്ട്. ഇതെല്ലാം വേസ്റ്റാണ്, അതൊന്നും ആവശ്യമില്ല. അതെല്ലാം എടുത്ത് വീശി വെച്ച് എന്നിട്ട് ആ കുടലെല്ലാം എടുത്ത് മുറിച്ചിട്ട് എടുത്ത് വീശിക്കാളി. പിന്നെ നോക്കിയപ്പോൾ ഈ സൈഡും ഇങ്ങനെ മുറിച്ചാൽ മതി. നടുക്ക് കുറച്ച് നമുക്ക് കുറച്ച് വലുതാകണ്ട. ഇത് ചെറിയ മീൻ മുറിച്ച്, ഇത് വലിയ മീൻ. മറ്റേ ആദ്യത്തേത് ചെറിയ മീനെന്ന്. ഇങ്ങനെ ഈ വൈറ്റ് ഭാഗത്തിലെല്ലാം കട്ട് ചെയ്തിട്ട് ഈ ബ്രൗൺ മാത്രമുണ്ട്. അത് വെന്താൽ നമ്മളിങ്ങനെ കൈ കൊണ്ട് വിളിച്ചാൽ വരുന്നുണ്ട് വേഗം. ഇതിങ്ങനെ 2 സൈഡാക്കിയിട്ട് എല്ലാ പീസസ് ഇട്ട് ക്ലീനായി. എന്നിട്ട് ഒന്നും കൂടി വേണമെങ്കിൽ ചുടുവെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ക്ലീൻ ചെയ്തേക്ക്. ഓക്കെ. ട്രൈ ചെയ്ത് നോക്കി. മക്കൾക്കെല്ലാം കൊടുക്കുക. ഒന്ന് മുള്ളു കുത്തുന്നുണ്ട്, പേടിയൊന്നുമില്ല. ഓക്കെ, ബൈ, താങ്ക് യു.